വളർച്ച യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല, അത് സ്വയം ചോദ്യം ചോദിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ജിം റോൺ ആണ്. പല പ്രൊഫഷണൽസും അവരുടെ കരിയറിൽ ഈ 4 ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാറാണ് പതിവ്. അവർ മികച്ച തന്ത്രങ്ങൾ രൂപപ്പെടുത്തും, വലിയ വരുമാനങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ ഒരു കാര്യത്തിൽ അവർ പരാജയപ്പെടും: സ്വയം നിർമ്മിക്കുന്നത്. സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി അവർ സമയം ചെലവഴിക്കില്ല. അപ്പോഴാണ് ജിം റോണിന്റെ 4 ചോദ്യങ്ങൾ പ്രസക്തമാകുന്നത്. ആദ്യ ചോദ്യം വൈ, എന്തിന്? എന്തിന് ഈ വില കൊടുക്കണം? എന്തിന് ഇത്ര കഠിനമായി പ്രവർത്തിക്കണം? എന്തിന് ഇത്രയും പഠിക്കണം? എന്തിന് സ്വയം ഡെവലപ്പ് ചെയ്യണം? എന്തിന് ഏറ്റവും മികച്ച വ്യക്തിയായി മാറാൻ ശ്രമിക്കണം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായ ഒരു വൈ ലിസ്റ്റ് ഉണ്ടാവണം. ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ നമ്മൾ പഠിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്: വൈ ശക്തമായാൽ ഹൗ എളുപ്പമാകും. രണ്ടാമത്തെ ചോദ്യം വൈ നോട്ട്, എന്തുകൊണ്ടല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പറ്റില്ല. എനിക്ക് എന്നെ തന്നെ എത്രമാത്രം സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കുമെന്ന് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിച്ച് നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവുമില്ല, നേട്ടം മാത്രമേ ഉള്ളൂ. അതിലൂടെ എനിക്ക് എത്ര സമ്പാദിക്കാനാവും, എത്ര പഠിക്കാനാവും, എത്രമാത്രം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, ഒരു പുതിയ വ്യക്തിയായി മാറാൻ സാധിക്കുമോ, എത്ര പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ചോദ്യം വൈ നോട്ട് യു, എന്തുകൊണ്ട് നീയല്ല. നമുക്ക് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, തീരുമാനങ്ങൾ എടുക്കാം, പുതിയ പദ്ധതികൾ മെനയാം. അതിലൂടെ നമുക്ക് നമ്മളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം. നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ വ്യക്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാന ചോദ്യം വൈ നോട്ട് നൗ, എന്തുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൂടാ. നല്ല സമയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. നാളെ എന്നത് മിഥ്യയാണ്. അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. അതിനാൽ നമ്മൾ ഇപ്പോൾ തന്നെ ആക്ഷനിലേക്ക് വരണം. ബിസിനസ്സിൽ നമ്മളെല്ലാവരും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കണക്കാക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കണക്കാക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് ഇന്നു മുതൽ കാരണം പറയുന്നത് നിർത്തിയിട്ട് നിങ്ങളുടെ വൈ കണ്ടെത്തുക. ഇതുപോലുള്ള ബിസിനസ് സൈക്കോളജിക്കൽ ടിപ്സിന് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.